Hey Siri, everything you want to know about Apple. Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.5-ൻ്റെ പബ്ലിക് ബേറ്റ 3 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അത് ഏകദേശം വന്നിരിക്കുന്നത് 465 MB-ലാണ് ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.5 ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 8.6 ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 15.5 ബീറ്റ 3 റിലീസ് ഉണ്ട്. HomePodOS 15.5 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 12.4 ബീറ്റ 3യും റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ മാക് സ്റ്റുഡിയോ, ആപ്പിളിൻ്റെ മാക് സ്റ്റുഡിയോ ഡിസ്പ്ലേനും പുതിയൊരു അപ്ഡേഷൻ 15.5 ബീറ്റ ഇപ്പോൾ എൻറോൾ ചെയ്യുന്നുണ്ട്. കാരണം മാക് സ്റ്റുഡിയോ ഡിസ്പ്ലേയുടെ വെബ് ക്യാമറ നല്ല അടിപൊളി ഷോകമാണ്. നല്ല രീതിക്കുള്ള കംപ്ലയിൻറ്റ്സ് ആ ഒരു വെബ് ക്യാമറക്ക് വന്നുകൊണ്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ മാക് സ്റ്റുഡിയോ ഡിസ്പ്ലേന് 15.5 ബീറ്റ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. മാക്കോസ് അല്ല, നമ്മുടെ മാക് സ്റ്റുഡിയോ ഡിസ്പ്ലേന്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യത്തിനും കൂടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ എയർ ടാഗിന് പുതിയ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഫേംവെയർ 1.0.391 എന്നാണ്. ഈ ഒരു അപ്ഡേഷൻ നമ്മൾ കയറി മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എയർ ടാഗിൻ്റെ അപ്ഡേഷൻ അത് തന്നെ ചെയ്തോളും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ബേജാറാവണ്ട. അടുത്തൊരു മേജർ കാര്യം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിനെ പറ്റിയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നല്ല അടിപൊളി ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്നൊരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 15.5 ബീറ്റ 3-ൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് ജനറൽ, എബൌട്ട്സ്, അവിടുന്ന് സോഫ്റ്റ്വെയർ പോർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 19F5062G എന്ന്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈഫൈയിൽ നിന്ന് മൊബൈൽ ഡാറ്റയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും മൊബൈൽ ഡാറ്റയിൽ നിന്ന് വൈഫൈയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും ഉണ്ടായ ലാഗ് ഈ ഒരു അപ്ഡേഷനിൽ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തുള്ള അപ്ഡേഷൻ നമ്മുടെ ആപ്പിൾ TV ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിലെ ആപ്പിൾ TVയുടെ സർവീസ് ഭയങ്കര കുറവാണെങ്കിൽ പോലും പുറത്തുള്ള കൂട്ടുകാർ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും നോക്കുക. ആപ്പിൾ TVയിൽ ലൈവായിട്ട് നിങ്ങൾ ബേസ്ബോളും അങ്ങനത്തെ സ്പോർട്സ് കാണുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ലൈവായിട്ട് നടക്കുന്ന ഗെയിമിൻ്റെ ആ ഒരു ഇവൻറ്റും നമുക്ക് ആദ്യം മുതൽ കാണാനുള്ള ആ ഒരു സ്വിച്ചും ഇപ്പോൾ ആപ്പിൾ TVയിൽ വന്നിട്ടുണ്ട്. ആപ്പിൾ TV പ്ലസ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തവർക്ക് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അടുത്തുള്ള അപ്ഡേഷൻ നമ്മുടെ കാർ കീയിലാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ആപ്പിൾ ഫോൺ ഉപയോഗിച്ച് വെർച്വൽ കാർ കീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫോൺ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ BMW സീരീസിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സീരീസ് കാറുകൾ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഡോർ പാഡിൻ്റെ അടുത്തേക്ക് കറക്റ്റ് വന്നാലാണ് ആ ഒരു കാറ് അൺലോക്ക് ആവുന്നത്. പക്ഷേ ഈ ഒരു 15.5 ബീറ്റ 3-ൽ കാർ കീയിൽ ചെറിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആ ഒരു കാറിൻ്റെ, അതായത് ആ പെർട്ടിക്കുലർ കാറിൻ്റെ മിററിൻ്റെ അടുത്ത് വന്നാലും നമുക്ക് കാറ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറും നമ്മുടെ iOS 15.5 ബീറ്റ 3-ലും വന്നിട്ടുണ്ട്. അടുത്തുള്ള കാര്യം നമ്മുടെ ആപ്പിൾ ഫോൺ ടു ആപ്പിൾ ഫോൺ, അതായത് ആപ്പിൾ ക്യാഷിൽ നമുക്ക് പറഞ്ഞായിരുന്നു ഒരു ഫോൺ അടുത്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫോണിലേക്കുള്ള ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു അപ്ഡേഷനും നമുക്ക് ഈ പറയുന്ന 15.5 ബീറ്റ 3-ൽ വന്നിട്ടില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ ബഗ്ഗാണ്. എയർ ഡ്രോപ്പിൻ്റെ ബഗ് കുറേ പേർക്ക് വരുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് എയർ ഡ്രോപ്പിൻ്റെ ബഗ്ഗൊന്നും വന്നിട്ടില്ല. അത് അടിപൊളിയായിട്ട് തന്നെ റിസോൾവ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചിലവർക്ക് എയർ ഡ്രോപ്പ് ചെയ്യുന്നത് നല്ല ലാഗും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഡിവൈസും നമുക്ക് സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന ഡിവൈസും എയർ ടാഗ് ഓപ്ഷനിൽ കാണിക്കുന്നില്ല. ആ ഒരു ബഗ്ഗും നമ്മുടെ ഇപ്പോൾ 15.5 ബീറ്റ 3-ൽ നിലനിൽക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ സ്വന്തം ആപ്പിൾ ഫോണുകളുടെ സ്റ്റോറേജ് ബഗ്ഗാണ്. ഈ ഒരു സ്റ്റോറേജ് ബഗ് അടിപൊളിയായിട്ട് കുറേ പേർക്കുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ 32 GB 27.3 GB ഓൾറെഡി കൺസ്യൂം ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ റൺ ചെയ്യുന്ന ആപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡായ ആപ്പുകൾ മാത്രമാണ്. വേറെ ഒരു ആപ്ലിക്കേഷനും ഞാനിതിൽ റൺ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് ഇപ്പം തന്നെ കംപ്ലീറ്റ്ലി തീരാറായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിക്കുള്ള സിസ്റ്റം ഡാറ്റയും അതേപോലെ iOS ഡാറ്റയും ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ കൂടെ വലിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോറേജിൻ്റെ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആക്യുറേറ്റ് അല്ല. ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് സ്റ്റോറേജ് ബഗ് ഉണ്ട്. കാരണം നമുക്ക് കാണിക്കുന്ന ആ ന്യൂമറിക്കൽ ഡിജിറ്റ്സ് ഒന്നും കറക്റ്റ് അല്ല. ചില സമയത്ത് ഇത് നന്നായിട്ട് കുറയുന്നുണ്ട്, ചില സമയത്ത് ഇത് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഞാൻ പറയുന്ന പോലെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ബഗ് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഹീറ്റിംഗ് ഇഷ്യൂ. എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ചെറുതായിട്ടൊരു വാംത്ത് ഫീൽ ചെയ്യുന്നു. നോർമലായിട്ടല്ല, നോർമൽ യൂസിനെക്കാട്ടും ചെറുതായിട്ടൊരു വാംത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബാറ്ററി കൺസോളിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് എനിക്ക് കൂടുതലും നല്ല ചൂട് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാമറ പോർഷനിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ചാർജർ നൂലുകൊണ്ടായിരിക്കാം ആ ഒരു സ്ഥലത്ത് മാത്രം ചൂട് കൂടുന്നത്. പക്ഷേ ഇത്രയും നേരമൊന്നും ഈ ഒരു ഡിവൈസിന് ചൂട് നിൽക്കാറില്ല. ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ചൂട് കുറച്ച് നേരം കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ബാറ്ററി പെർഫോമൻസ് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബാറ്ററിയുടെ പെർഫോമൻസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ ഒരു 1 വീക്കെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു അപ്ഡേഷൻ റൺ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും എൻ്റെ ബാറ്ററി ഹെൽത്ത് 83 തന്നെയാണ്, അതിൽ കുറഞ്ഞിട്ടില്ല. പക്ഷേ ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഇടയ്ക്ക് നന്നായിട്ട് ഡ്രോപ്പ് ആവാറുണ്ട്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ ബാറ്ററി ഹെൽത്ത് 50 നിന്ന് 35 ആയിട്ട് കുറയാറുണ്ട്. ചില സമയത്ത് മാത്രം, ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അടുത്തത് നമ്മുടെ പെർഫോമൻസിൻ്റെ ഗിഗ്ബെഞ്ച് സ്കോറാണ്. ഗിഗ്ബെഞ്ച് സ്കോർ നോക്കുമ്പോൾ ഈ iOSൽ, അതായത് iOS 15.5 ബീറ്റ 3ൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ആദ്യം കാണുന്ന ബെഞ്ച് മാർക്കാണ് നമ്മുടെ 15.5 ബീറ്റ 3ൻ്റെ റിസൾട്ട്. സിംഗിൾ കോറ് 762ഉം മൾട്ടി കോറ് 1020 ആണ്. പക്ഷേ ബീറ്റ 2ൽ ഇങ്ങനെ ആയിരുന്നില്ല. സിംഗിൾ കോറ് 759ഉം മൾട്ടി കോറ് 1405 ആണ്. പക്ഷേ ചില സമയത്ത് എൻ്റെ ഡിവൈസിൽ ആപ്പ് എടുക്കുമ്പോൾ അത് ഫുള്ളി ബ്ലാങ്ക് ആവാനും ചില സമയത്ത് ആപ്പ് ക്രാഷ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ബീറ്റ ടെസ്റ്റ് പ്രൊഫൈലുള്ള ഡിവൈസുകളിലും അതേപോലെ നോർമൽ ആയിട്ടുള്ള അപ്ഡേഷനുള്ള ഡിവൈസിലും ചില സമയത്ത് വരാറുണ്ട്. അത് നോർമലാണ്. അടുത്തത് നമ്മുടെ iOS 15.5ൻ്റെ ബീറ്റ 4 എന്നാണ് റിലീസ് ആവുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് iOS അപ്ഡേഷൻ വീക്കിലി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലാണ് നമ്മുടെ iOS 15.5 ബീറ്റ 2 റിലീസായത്. ഈ വീക്കിൽ നമ്മുടെ iOS 15.5 ബീറ്റ 3 നമുക്ക് റിലീസായുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീക്കിലി അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത മാസം ഓരോ വീക്കിലും ഓരോ അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെയാണ് ആപ്പിൾ അപ്ഡേഷൻ ചെയ്യുന്നത്. കാരണം നേരത്തെ ഉള്ള അപ്ഡേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ iOS 15.5ൻ്റെ ബീറ്റ 3 നമുക്ക് മെയ് ഫസ്റ്റ് വീക്കിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിളിനെ ഈ ഒരു കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പെർട്ടിക്കുലർ 4 വീക്കിലും 4 അപ്ഡേഷനായിട്ട് തന്നിട്ടുണ്ട്. ജൂണിൽ വരുന്ന WWDCക്ക് മുമ്പായിട്ട് iOS 15.5 ഒഫീഷ്യലി ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജൂണിൽ വരുന്ന WWDCന് ശേഷം നമ്മുടെ iOS 16ൻ്റെ ബീറ്റേഴ്സും അതേപോലെ iOS 15ൻ്റെ ബീറ്റേഴ്സും എൻറോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ iOS 15.5 നിങ്ങൾ യൂസ് ചെയ്തിട്ട്, അതായത് ബീറ്റ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് ഇപ്പം തന്നെ മാറുക. അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ iOS 15.5 ബീറ്റ 3ൻ്റെ പുതിയ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൺ ചെയ്താൽ
നമ്മളിറക്കുന്ന അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ പേഴ്സണലി ചോദിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Everything You Want to Know About Apple.